നമസ്കാരം. ഞാൻ അഡ്വക്കേറ്റ് സിബിക്കുട്ടി ഫ്രാൻസിസ്, വർക്കിംഗ് പ്രസിഡന്റ്, കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTC. നമസ്കാരം. ഞാൻ അസീർ, കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTCയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഞങ്ങളിപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് KSEBയിലെ അടിസ്ഥാന വർഗങ്ങളായ ഇലക്ട്രിസിറ്റി വർക്കേഴ്സിൻ്റെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ, കുറച്ച് ദിവസം മുമ്പാണ് ഒരു ഓഡിയോ കേൾക്കുകയുണ്ടായി. എന്തോ മലപ്പുറം കത്തി, വടിവാള്, കുന്തം, അങ്ങനെ പലതുമായിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. കേസ് ഇപ്പോൾ ഞങ്ങൾ എടുപ്പിക്കും. പവനായി വരുന്നു, പവനായി എല്ലാം റെഡിയാക്കി തരും, അങ്ങനെ പല പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഒരു ഓഡിയോ കേൾക്കുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഈ കണ്ടംപ്റ്റ് കേസ് പോസ്റ്റിംഗ് വന്നു. അത് നവംബർ മാസത്തിലേക്ക് മാറ്റിവെച്ചു. അപ്പോൾ അത് മാറ്റിവെച്ചു എന്ന് കണ്ടപ്പോൾ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് പവനായി ശവമായി. സത്യത്തിൽ ഒരു സ്പെഷ്യൽ എൻഗേജ്മെൻറ്റ് അഡ്വക്കേറ്റിനെ നിയോഗിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ വളരെയധികം സന്തോഷിച്ചു. കാരണം 2 വർഷം മുമ്പേ ഞങ്ങൾ പറഞ്ഞ കാര്യം ഇവിടുത്തെ 53% വോട്ടോടെ അംഗീകാരമുള്ള സംഘടനയും സമ്മതിച്ചു എന്ന് കേട്ടപ്പോൾ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ടായി. അവരതിലേക്ക് എത്തിയെന്നും അവർ ബോർഡിനെ കൊണ്ട് ഒരു സ്പെഷ്യൽ എൻഗേജ്മെൻറ്റ് അഡ്വക്കേറ്റിനെ നിയോഗിക്കാനുള്ള നീക്കങ്ങൾ നടത്തി എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ആര് നടത്തിയാലും ഞങ്ങളതിനെ അംഗീകരിക്കുന്നവരാണ്. അക്കാര്യത്തിൽ ഞങ്ങൾ എല്ലാവരുടെയും ഒപ്പമാണ് താൻ. സുപ്രീം കോടതി വരെ ഞങ്ങൾ കേസിനുണ്ടായിരുന്നു. റെഗുലേറ്ററി കമ്മീഷനിലും ആപ്റ്റലിലും ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിലും ഡിവിഷൻ ബെഞ്ചിലും ഒക്കെ ഞങ്ങൾ കേസിലുണ്ടായിരുന്നു. ആപ്റ്റലിലൊക്കെ CA2 താമസിച്ചാൽ വന്നെങ്കിൽ അവർ പിന്നീട് വന്നു. അതായത് സുപ്രീം കോടതി വരെ അവരും വന്നു. അത് വേറെ കാര്യം. ഇനി ഇവിടെ വേറെ ചില സംഘടനകളൊക്കെ ഉണ്ട്, അവരൊന്നിലും ഇടപെട്ടിട്ടില്ല. ഒരു കോടതികളിലും ജീവനക്കാർക്ക് വേണ്ടി ഒരിടത്തും പോകാത്തവർ ഇപ്പോൾ കണ്ണീരുറക്കി ചില പ്രതിഷേധങ്ങളെന്നൊക്കെ പറഞ്ഞ് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അവരുടെയൊക്കെ മനസ്സിലെ വികാരം എന്താ, അവരെന്താ ചെയ്തെന്നുള്ള അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ, നമുക്ക് അറിഞ്ഞുകൂടാ, അത് വിടുക. പക്ഷേ ഇവിടെ 53% അംഗീകാരമുള്ള സംഘടന, അവർക്ക് ഉത്തരവാദിത്വമുണ്ട്. ജീവനക്കാരുടെ പ്രൊമോഷൻ മേടിച്ചു കൊടുക്കാനുള്ള ബാധ്യതയുണ്ട്. അവരോടൊപ്പം തന്നെ ഞങ്ങൾക്കുമുണ്ട്, എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അവർ ജീവനക്കാരെ കബളിപ്പിക്കുന്ന രീതിയിലൊരു വോയിസ് കേട്ടത് ശരിക്കും അങ്ങനെയൊന്നും ശരിയല്ല. സ്പെഷ്യൽ എൻഗേജ്മെൻറ്റ് അഡ്വക്കേറ്റായിട്ട് ശ്രീ ജയദീപ് ഗുപ്തയെ നിയോഗിച്ചു എന്ന് പറഞ്ഞാണ് CA2വിൻ്റെ ജനറൽ സെക്രട്ടറിയുടെ വോയിസ് കേട്ടത്. അങ്ങനെ സ്പെഷ്യൽ എൻഗേജ്മെൻറ്റ് അഡ്വക്കേറ്റിനെ നിയോഗിച്ചതായിട്ടോ വക്കാലത്ത് കൊടുത്തതായിട്ടോ ഞങ്ങളുടെ അന്വേഷണത്തിൽ ഒരു രേഖയും ഞങ്ങൾക്ക് കണ്ടെടുക്കാൻ പറ്റിയിട്ടില്ല. ഏത് ഇന്നലെ വരെയുള്ള കാര്യമാണ്. ഇനി നാളെ വല്ലതും ചെയ്താലായത്, അത് ചെയ്താലും ഞങ്ങൾ അതിനെ അംഗീകരിക്കും, നല്ല കാര്യം, നാളെയാണെങ്കിലും ചെയ്യുക. പക്ഷേ ഇന്നലെ വരെ ചെയ്തതായിട്ട് ഞങ്ങൾക്ക് അറിവില്ല. ഈ സ്പെഷ്യൽ എൻഗേജ്മെൻറ്റിനെ നിയോഗിച്ചു എന്നൊക്കെ അദ്ദേഹം വോയിസ് ഇട്ടത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, പുതിയ ചെയർമാൻ വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു ഈ വിഷയത്തിൽ. ഞങ്ങൾ കത്ത് കൊടുത്തിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ ഓഫീസിലുള്ള ലോ സെക്ഷൻകാരുമായിട്ട് വിളിച്ചു ചോദിച്ചു, നിങ്ങൾക്ക് ഇതിനകത്ത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ലോ സെക്ഷനിലുള്ള ഓഫീസേഴ്സാണ് പറഞ്ഞത്, ഇത് ബന്ധപ്പെട്ട സുപ്രീം കോടതി കേസിൽ ഒരു സ്പെഷ്യൽ എൻഗേജ്മെൻറ്റ് അഡ്വക്കേറ്റിനെ വെച്ചതാണ്, നമ്മൾ ജയിച്ചിരുന്നു, അങ്ങനെ വല്ലതും ആലോചിച്ചാൽ പറ്റും. കണ്ടംപ്റ്റ് കേസിൽ 3 പേരുടെ പേരിലാണെങ്കിലും അവരിൽ ഒരാൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ നല്ലൊരു അഡ്വക്കേറ്റിനെ വിട്ടാൽ ചിലപ്പോൾ കേസ് എടുപ്പിക്കാൻ പറ്റിയാൽ സാധിക്കുമെന്ന് അവർ പറഞ്ഞതല്ലാതെ അത് സംബന്ധിച്ച് യാതൊരു പേപ്പർ വർക്കുകളും ഒരു കാര്യവും നടന്നിട്ടില്ല എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി ഞങ്ങൾ ഇപ്പോൾ പറയുന്നത് തെറ്റാണെങ്കിൽ, നടന്നിട്ടുണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കാനുള്ള ബാധ്യത ഇവിടുത്തെ അംഗീകാരമുള്ള സംഘടനയ്ക്കുണ്ട്. ഞങ്ങളത് അംഗീകരിക്കും. അപ്പോൾ ഇനി ഇന്നലെ വരെ നടന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ അടുത്ത 11-ാം തീയതി വരുമ്പോഴത്തേക്കും ആ കാര്യം ചെയ്യിക്കണം. ഞങ്ങളത് കത്ത് പല പ്രാവശ്യം കൊടുത്തിട്ടുള്ളതാണ്. പിന്നെ അതോടൊപ്പം ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വെറുതെ കൈയും വീശി ഏത് ഭവനായി എന്നാലും ആര് എന്നാലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ചെല്ലുമ്പോൾ നമ്മുടെ അടുത്ത് അതിനുള്ള പേപ്പറുകൾ വേണം. ഇപ്പോൾ സെൻട്രൽ ഇലക്ട്രിസിറ്റി അതോറിറ്റി റെഗുലേഷൻ 2023 അനുസരിച്ച് 8/6/2023 വരെയുള്ളവരെ സംരക്ഷിച്ചിരിക്കുക. അത് ഞങ്ങളാണ് ഇടപെട്ട് മേടിച്ചത്. ഞാനും നസീർ ഉൾപ്പെടെയുള്ളവർ CAയുടെ ഓഫീസിൽ പോയ തെളിവുകൾ വരെ ഞങ്ങളുടെ കയ്യിലുണ്ട്. അത് ഞങ്ങൾ അവിടെ ആ ഓഫീസുമായി ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അവിടെ നിന്നുള്ള ഫോട്ടോ വിളിച്ചതൊന്നും പുറത്തുവിടാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ വിടുന്നില്ലെന്നേ ഉള്ളൂ. അപ്പം ഞങ്ങൾ പോയി ഇടപെട്ടാണ് അത് വാങ്ങിയെടുത്തത്. അപ്പോൾ ആ ഉത്തരവ് കിട്ടിയത് സുപ്രീം കോടതി വരെ അനുവദിച്ചതുകൊണ്ടാണ്. അപ്പം അങ്ങനെയുള്ള ആ ഉത്തരവ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കൊടുക്കണം, അവിടെ ബോധ്യപ്പെടുത്തണം. 8/6/2023 വരെയുള്ളവരെ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട കോടതിയെ ബോധ്യപ്പെടുത്തണം. അതുകൊണ്ട് ഇപ്പോൾ കൊടുത്തിരിക്കുന്ന കോടതി അലക്ഷ്യ ഹർജി നിലനിൽക്കുന്നതല്ലാന്നും 8/6/2023 ശേഷം ഞങ്ങൾ ടെക്നീഷ്യനായിട്ട് ഐക്യമുള്ളവരെ എടുക്കുകയുള്ളൂ, അതുപോലെ ഡിപ്ലോമക്കാരെ എടുക്കുകയുള്ളൂ എന്നൊക്കെ പറയണം. അങ്ങനെ ബോർഡ് ഒരു ഉത്തരവ് ഇറക്കണം, ട്രെയിനിങ്ങിൻ്റെ ഷെഡ്യൂൾ ഇറക്കണം. കോവിഡ് കാലത്ത് ഇങ്ങനെ CA പ്രകാരമുള്ള ട്രെയിനിങ്ങിൻ്റെ ഷെഡ്യൂൾ ഇറക്കിയിട്ട് അത് വഴിയിലിട്ടിട്ട് പോയി. ആ 2023 ശേഷം
ആ റെഗുലേഷൻ പ്രകാരമുള്ള ഷെഡ്യൂൾ ഇവർ പബ്ലിഷ് ചെയ്തിട്ടില്ല ഇതുവരെ. കോവിഡ് കാലത്ത് എന്തോ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിരുന്നു, പക്ഷേ അതൊന്നും പൂർത്തിയാക്കിയില്ല. പക്ഷേ ഇതിന് ശേഷം ഒരു ഷെഡ്യൂൾ ഇട്ട് ട്രെയിനിങ് പൂർത്തിയാക്കി അറ്റ്ലീസ്റ്റ് അടുത്ത ദിവസം കേസ് വരുമ്പോൾ ബഹുമാനപ്പെട്ട കോടതിയിൽ പോകുമ്പോൾ ട്രെയിനിങ് തുടങ്ങി വെക്കുക, അല്ലെങ്കിൽ ട്രെയിനിങ്ങിൻ്റെ ഷെഡ്യൂളെങ്കിലും ഞങ്ങൾ ഇന്ന ദിവസങ്ങൾ ഇന്നാർക്കൊക്കെ നടത്തുമെന്നുള്ളൊരു ഷെഡ്യൂളെങ്കിലും കോടതി കൊടുത്താൽ മാത്രമേ നമുക്ക് ഇതിനകത്ത് ജയിക്കാൻ പറ്റൂ. കാരണം ഇതിൻ്റെ അപാകത എവിടെയെന്ന് ചോദിച്ചാൽ ഈ KSEBയും ഇവിടുത്തെ അംഗീകാരമുള്ള യൂണിയനും കൂടെ ചേർന്നാണ് ഒരു ഗവൺമെൻറ് ബോർഡ് ഓർഡർ ഇറക്കി, ഗവൺമെൻറ് ഉത്തരവിറക്കി. അത് കഴിഞ്ഞ് ബോർഡ് പ്രൊമോഷൻ ഇറക്കി. എപ്പോഴാണ്? 21/4/2022 തോന്നുന്നു. ആ ഡേറ്റിലെ ഉത്തരവിൽ പറയുന്നു ITI എടുക്കണം, ഡിപ്ലോമ എടുക്കണം 5-7 വർഷങ്ങളിൽ, അതല്ലെങ്കിൽ തിരിച്ച് പ്രൊമോഷൻ എടുക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം ഇവർ ഈ വിഷയങ്ങൾ 8/6/2023 സെൻട്രൽ സിറ്റി അതോറിറ്റിയുടെ റെഗുലേഷൻ പ്രകാരം അന്ന് വരെയുള്ള എല്ലാവരെയും സംരക്ഷിച്ചു എന്നുള്ള ഉത്തരവ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കൊടുത്ത് പ്രശ്നങ്ങൾ മുഴുവൻ മാറ്റിയില്ലെങ്കിൽ വീണ്ടും നമ്മുടെ തലയ്ക്ക് മുകളിലൊരു വാൾ നിൽക്കുകയാണ്. പക്ഷെ അതൊന്നും എന്താണ് ചെയ്യാത്തതെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാകുന്നത്. ഇപ്പം തന്നെ റെഗുലേറ്ററി കമ്മീഷന്റെ കണക്കനുസരിച്ച് 30,321 ജീവനക്കാരെ വെക്കാമെന്ന് അവർ പറയുന്നു. ആക്ച്വലി 1991 തന്നെ 30,000 പേരുണ്ടായിരുന്നു ഇവിടെ. എന്തും ആയിക്കോട്ടെ, അവരത്രേ സമ്മതിക്കുന്നുള്ളൂ. റെഗുലേറ്ററി കമ്മീഷന്റെ ഓഫീസിൽ ആൾക്കാരെ നിരന്തരം അഡീഷണൽ ആയിട്ട് ഓരോ ദിവസം ഒരു പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് കൊടുക്കുന്ന ഒരു വർഷത്തെ കണക്കുകളൊക്കെ അത് ഞാൻ പിന്നീട് പറയാം. അതെന്തോ ആയിക്കോട്ടെ, പക്ഷെ അവർ 30,321 ഏതായാലും അനുവദിച്ചിട്ടുണ്ട്. അത് നമ്മൾ യൂണിയനുകളൊക്കെ ശക്തമായിട്ട് പ്രതികരിച്ചതിന്റെ ഫലമായിട്ടാണ്, നമ്മളെ ഹിയറിംഗ് ഇടപെട്ടോണ്ടാണ് അതിനകത്ത് സംഘടനകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ അതിനകത്ത് പങ്കെടുത്ത സംഘടനകൾക്കറിയാം, ഞങ്ങളെല്ലാം പങ്കെടുത്തിട്ടുണ്ട്. ആ 30,321 ഇപ്പൊ 27,000-28,000-ത്തിനടുത്ത് 29 താഴെ ആൾക്കാരേ ഉള്ളൂ. അപ്പൊ 27 മിച്ചം ആൾക്കാരെന്ന് പറഞ്ഞാൽ തന്നെ വീണ്ടും 3,000 പേരുടെ കുറവുണ്ട്. അത് ലൈൻമാൻ്റെയാണ് ഏറ്റവും കൂടുതൽ എണ്ണം കുറവ്. അപ്പൊ ലൈൻമാൻ്റെ പണി ചെയ്യാൻ വർക്കേഴ്സിനെ നിയമിച്ചുകൊണ്ടിരിക്കുക. അത് നിയമമല്ല. ചില AEമാരും ചില എക്സിക്യൂട്ടീവ് എഞ്ചിനീയർമാരും ദാക്ഷ്യത്തോടെ പറയുന്നുണ്ട്, അങ്ങനെ വർക്കർ ലൈൻമാൻ്റെ ജോലി ചെയ്യുമ്പോൾ പോസ്റ്റിൽ കയറി അപകടമുണ്ടായാൽ ഇയാൾ ഉത്തരവാദിത്വം പറയുമോ? ഈ AE ഉത്തരവാദിത്വം പറയുമോ? അലവൻസ് കിട്ടാതെ വരുമ്പോൾ അല്ലെങ്കിൽ ആനുകൂല്യം കിട്ടാതെ വരുമ്പോൾ അപകടമുണ്ടാകുന്നതിൻ്റെ കുടുംബത്തിനെ സഹായിക്കാൻ ഈ AE കാണുമോ? അതുകൊണ്ട് അതിനകത്ത് നിയമപരമായി പറ്റത്തില്ല. അപ്പം അതുപോലെ തന്നെ അവർ കോൺട്രാക്റ്റിൽ എടുക്കുന്നുണ്ട്. കോൺട്രാക്റ്റിൽ എടുത്താലും 8/6/2023 ശേഷം ആരെ എടുത്താലും അവർക്ക് ITI ഡിപ്ലോമ വേണം. കോൺട്രാക്റ്റ് എടുക്കുന്ന കോൺട്രാക്ടർക്ക് വേണ്ട. ഇത് ഞാൻ പറഞ്ഞതല്ല, സെൻട്രൽ സിറ്റി അതോറിറ്റി റെഗുലേഷൻ ഓഫീസിൽ നിന്ന് പറഞ്ഞതാണ്. അവർ പറഞ്ഞു ഞങ്ങൾ 8/6 വെച്ച് സംരക്ഷിക്കും, ഇനിയെങ്കിലും നിങ്ങൾ മാന്യമായിട്ട് പോകണം. അപ്പം അങ്ങനെ അതുവരെയുള്ളവരെ പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളൂ. അപ്പം കോൺട്രാക്റ്റിൽ എടുക്കാനും പറ്റത്തില്ല. അതിന് പിന്നെ ബോർഡിലുള്ളവർക്ക് ഇതിനുള്ള വിവരമില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പം ലൈൻമാൻ്റെ പ്ലേസ് ഇഷ്ടം പോലെ കിടക്കുക. ഈ വർക്കേഴ്സ് പ്രൊമോഷൻ കൊടുക്കണം, ഞങ്ങളുടെ ലൈൻമാനാണ് പോസ്റ്റിൽ കയറാൻ നിയമപ്രകാരം പറ്റുള്ളൂ എന്നൊക്കെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ധരിപ്പിക്കാൻ പോലും പറ്റിയില്ലല്ലോ. ഈ ഒക്ടോബർ ആകുമ്പോഴത്തേക്കും ഈ കോടതി ലക്ഷ്യ ഹർജി വന്നിട്ട് 2 വർഷം പൂർത്തിയാകുകയാണ്. ഒരു ദിവസം പോലും ഒന്ന് വാദിക്കാൻ എടുക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞാൽ കേസ് കൊടുത്തയാളാണ് എടുപ്പിക്കേണ്ടത്, അയാൾ എടുപ്പിക്കുന്നില്ല. കാരണം അയാൾക്ക് നീട്ടിക്കൊണ്ടു പോകണം. ഇവിടെ അല്ലാതെ ശക്തമായിട്ട് AEയോട് ഒച്ചത്തിൽ വർത്തമാനം പറഞ്ഞ ഒരു ജീവനക്കാരനെ സസ്പെൻഡ് ചെയ്ത ബോർഡാണ്. ഇത്രയും ജീവനക്കാരുടെ വിഷയം ബോർഡിനെ ബാധിക്കുന്ന കേസുണ്ടായിട്ട് അയാൾക്കെതിരെ ഒരു അക്ഷരം മിണ്ടാൻ ബോർഡിനോ മാനേജ്മെന്റിനോ അംഗീകാരമുള്ള യൂണിയനോ പറ്റിയിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഇതിനകത്തൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞങ്ങളത് നാളെ ഞങ്ങളുടെ സ്റ്റേറ്റ് കൗൺസിലാണ്. അതിൻ്റെ പ്രാരംഭ നടപടികളൊക്കെ തുടങ്ങി. എന്താണെങ്കിലും ഈ വിഷയത്തിൽ സ്പെഷ്യൽ എൻഗേജ്മെന്റ് അഡ്വക്കേറ്റിനെ വെക്കുന്നെങ്കിൽ നല്ല കാര്യമാണ്. ഏതായാലും ഇതുവരെ പേപ്പറുകളൊന്നും കൊടുത്തിട്ടില്ല. അദ്ദേഹത്തിന് വക്കാലത്ത് കൊടുത്താലേ അദ്ദേഹത്തിന് ആളെ വിട്ട് അന്വേഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അഥവാ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിൽ അത് പരസ്യപ്പെടുത്തട്ടെ. ഇനി ഇന്നലെ വരെ കൊടുത്തിട്ടില്ലെങ്കിൽ നാളെ കൊടുത്താലും മതി. നാളെ കൊടുത്തിട്ട് വേണമെങ്കിലും പരസ്യപ്പെടുത്തിക്കൂ. എന്നാലും കാര്യം നടക്കണം. 11-ാം മാസം നടക്കുമ്പോൾ അതിനു മുമ്പ് ട്രെയിനിങ് ഷെഡ്യൂളിലൂടെ ഇറക്കണം. ബോർഡിൻ്റെ RPTയിൽ ട്രെയിനിങ് കൊടുത്താൽ മതി. ആ റെഗുലേഷൻ എടുത്തൊന്ന് വായിച്ചു നോക്കണം. ബോർഡിലെ അംഗീകാരമുള്ള സംഘടനയും ബോർഡ് അധികാരികളും നിയമജ്ഞരും വിദഗ്ധരും പിന്നെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നവരും അതുപോലെ തന്നെ തോന്നിവാസം ട്രാൻസ്ഫർ ചെയ്യുന്നവരും പ്രോഗ്രാം തെറ്റായിട്ട് ചെയ്യുന്നവരൊക്കെ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് ബോർഡിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യണം. നവംബർ മാസത്തിൽ വരുമ്പോഴെങ്കിലും ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ജീവനക്കാരൊക്കെ അസംതൃപ്തരാണ്. അവർക്ക് മാത്രമല്ല, ഇപ്പോൾ വർക്കേഴ്സിനെ കോൺട്രാക്ട് വർക്കേഴ്സ് PSC ലിസ്റ്റിൽ കിടക്കുന്നവരുണ്ട്. അതുപോലെ PSCക്കാർ കേസ് കൊടുത്തിട്ട് കുറേ പേര് നിൽപ്പുണ്ട്. അവരെയൊക്കെ എടുത്താൽ ബോർഡിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് പരിഹരിക്കാം. ബോർഡിലെ ഇപ്പോഴത്തെ പ്രസിഡന്റിക്ക് ബോർഡ് ചെയർമാൻ ഇതൊക്കെ വിട്ടിട്ടുണ്ട്, പ്രൊഫോമയൊക്കെ. അതൊക്കെ മറുപടി കൊടുക്കാം. ആ പ്രൊഫോമയാണെങ്കിലും ജീവനക്കാരില്ലാതെ ഒരു പ്രതിസന്ധി പരിഹരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ച്
ഈ അടുത്ത 11-ാം മാസം വരുമ്പോൾ ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തണം. പരിഹാരം ഉണ്ടാക്കണമെന്നല്ല, നീക്കങ്ങൾ നടത്തിയാലല്ലേ പരിഹാരം ഉണ്ടാക്കും. അതിനുള്ള ശ്രമം നടത്തിയിട്ട് എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. ശ്രമം നടത്തി പരിശ്രമിക്കുകയിൽ എന്തും നേരിടാമെന്ന് നമ്മളെല്ലാവരും കൂടെ പരിശ്രമിക്കണം എന്ന് ബോർഡ് മാനേജ്മെന്റിനോടും ബോർഡിന് ഒരു ലൈസൺ ഓഫീസറുണ്ട് ഡൽഹിയിൽ, അദ്ദേഹവും വിചാരിക്കണം. പിന്നെ സ്റ്റാൻഡിംഗ് കൗൺസിൽ വിചാരിക്കണം, ബോർഡിന്റെ ലോ സെക്ഷൻ വിചാരിക്കണം, CMD വിചാരിക്കണം. ഇത്രയും പേരും വിചാരിച്ച് സ്പെഷ്യൽ എൻഗേജ്മെന്റ് അഡ്വക്കേറ്റിനെ വെച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ ഓഫീസും വിചാരിക്കണം. ഇത്രയും കാര്യങ്ങൾ വിചാരിച്ച് ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.